ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്ന് വേണ്ട ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണത്. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മുരിങ്ങക്കായ നന്നായിട്ട് കഴുകി അതിൻ്റെ തോലൊക്കെ ചീന്തിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ചുവന്നുള്ളി, ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് മുരിങ്ങക്കായ ഒന്ന് പകുതി വേവാവണ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്കിതിൽ മുരിങ്ങക്കായ എടുത്ത് കഴിക്കാനാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് 3 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുത്താലും മതി. മുരിങ്ങക്കായ ഇവിടെ വെന്ത് വരട്ടെ. ആ സമയത്ത് ഞാനിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനായിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുഴുവൻ മല്ലി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ മുരിങ്ങക്കായ ഇവിടെ പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലയും കൂടി ചേർത്ത് പുരട്ടി എടുത്തിട്ടുള്ള ചെമ്മീനാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് വൃത്തിയാക്കണായിട്ട് മുമ്പുള്ള അളവാണ് 1/2 കിലോ ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ നടുവിലുള്ള നാര് എടുത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാനിവിടെ 2 മാങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പച്ചമാങ്ങ ചെറിയൊരു മാങ്ങയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മാങ്ങയും കൂടിയും, അതായത് 2 മാങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുടപ്പുളിയോ അല്ലെങ്കിൽ സാധാ കോൽപ്പുളിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഈ മാങ്ങയും ചെമ്മീനും മുരിങ്ങക്കായും ഒക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരയ്ക്ക് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് തിളച്ച് മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് വെള്ളം ചേർക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ചേർക്കാനായിട്ട് നോക്കുക. ഞാൻ ഈ മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇത് അരപ്പൊക്കെ നന്നായിട്ട് ഇതിൽ ഒന്ന് പിടിച്ച് വരണം. അതുപോലെ തന്നെ ഗ്രേവി എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഒരു 5 ചെറിയ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചെമ്മീൻ മുരിങ്ങക്കായും മാങ്ങയും ഇട്ട് വെച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.